പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരെവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിന് വേണ്ടിയുള്ള ട്രിക്കാണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ട അവരുടെ ഫോൺ തന്നെയാണ് നമുക്ക് ആവശ്യം. കുറച്ചു നേരത്തേക്ക് അവരുടെ ഫോൺ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ ഫോൺ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർ എവിടെയാണോ പോകുന്നു എന്നുള്ളത് അവർ കള്ളം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫൈൻഡ് ലൊക്കേഷൻ ഓഫ് മൊബൈൽ നമ്പർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നമ്മൾ അവരുടെ ഫോണിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ ആരോ മാർക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ബ്ലൂ കളറിൽ വരും. നമ്മൾ അതിന് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും സെറ്റിംഗ്സ് എന്ന് വരും. നമ്മൾ ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം പെർമിഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് പെർമിഷൻ കൊടുക്കുക. അതിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ആൾ ടൈം കൊടുക്കുക. അതിനുശേഷം റിവേഴ്സ് വരിക. നേരെ ആപ്ലിക്കേഷന്റെ ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഗീവ് പെർമിഷൻ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷന്റെ മെനു ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗം ബ്ലിങ്ക് ചെയ്ത് കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്രിയേറ്റ് പ്ലസ് ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ഫോണിലെ ബാറ്ററി ലെവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് കാണാൻ സാധിക്കും. അതുപോയിട്ട് അവിടെ നെറ്റ്വർക്ക് എത്രയാണ്, നെറ്റ്വർക്ക് ക്വാളിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഏത് മെസ്സേജ് അയച്ചാലാണ് അവരുടെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ അക്ഷരം ഹലോ എന്ന് കൊടുക്കുകയാണ്. നമ്മൾ അത് എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. നമ്മൾ കൊടുക്കുന്ന അതേപോലെ വേണം നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ അത് ക്രിയേറ്റ് ആയത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. നമുക്കിനി മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ മറ്റൊരാളുടെ ഫോണിലാണല്ലോ ഇത് അറിയാതെ ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, കണ്ടു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെക്കാമല്ലോ അവർക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഫോണിൽ തന്നെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഹൈഡ് ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോണിലും ഉള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹൈഡ് ആപ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ നോക്കാൻ പോവുകയാണ്. ഇതാ ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യണം, നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല. അവർ നോക്കി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അവർക്ക് ഒരു കാരണവശാലും കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതിനുശേഷം നമ്മൾ അവരുടെ വാട്സപ്പിൽ നമ്മൾ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ നമ്പറിലേക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ മെസ്സേജ് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് മെസ്സേജ് ആണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അതേ അക്ഷരത്തിൽ, അതേ വലിയ അക്ഷരത്തിലാണെങ്കിലും ചെറിയ അക്ഷരത്തിലാണെങ്കിലും അതേ രീതിയിൽ നമ്മൾ ആ മെസ്സേജ്, ഇത് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതുപോലെ മെസ്സേജ് ഞാൻ അങ്ങനെ അയക്കാൻ പോവുകയാണ്. ഹലോ എന്നതാണ് ഞാനിവിടെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ലൊക്കേഷൻ, അവരുടെ ബാറ്ററി ലെവല്, നെറ്റ്വർക്ക്, എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോകും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ലൊക്കേഷൻ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ. ഇതുപോലെ നമുക്ക് ആരുടെ ലൊക്കേഷൻ ആയിരുന്നാലും നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുന്ന ആരുടെ ലൊക്കേഷൻ ആയിരുന്നാലും വാട്സപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് അയക്കുന്നതോടുകൂടി നമുക്ക് അവരുടെ ലൊക്കേഷൻ കറക്റ്റ് അറിയാൻ സാധിക്കും. എന്തായാലും ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മുടെ നല്ല കാര്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുക.
നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഫോണിൽ മാത്രം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.